ലോക ഫുട്ബോളിനെ നിയന്ത്രിക്കുന്ന ഫിഫ പ്രസിഡന്റിനെ ഫോണിൽ വിളിച്ച് അമേരിക്കൻ പ്രസിഡന്റ് ഒരു കാര്യം ആജ്ഞാപിച്ചു. മത്സരത്തിനിടെ റഫറി ചുവപ്പ് കാർഡ് കാണിച്ച് പുറത്താക്കിയ അമേരിക്കൻ താരം ഫ്ലോറിൻ ബലോഗൻ അടുത്ത മത്സരം കളിക്കണം. ഒരു മത്സരത്തിലെ വിലക്ക് എടുത്തു കളയണം. ഇറാൻ ഭരണകൂടത്തോടുൾപ്പെടെ എന്ന വണ്ണം ആജ്ഞാപിച്ച് ട്രംപ് ജിയോവാനി ഇൻഫാന്റിനോയോട് കാര്യം അറിയിച്ചിട്ടുണ്ടാകും. അപേക്ഷിച്ചതാകാൻ ഒട്ടും വഴിയില്ല. ഫുട്ബോൾ ചരിത്രത്തിൽ കേട്ടുകേൾവിയില്ലാത്ത കാര്യമാണ്. പിന്നീട് നടന്നതും അങ്ങനെ തന്നെ. അമേരിക്കൻ താരം ബലോഗൻ ബെൽജിയത്തിനെതിരായ പ്രീ ക്വാർട്ടറിൽ കളിക്കാനിറങ്ങി. ഒരു മത്സരത്തിലെ വിലക്ക് ഫിഫ നീട്ടിവെച്ചു. ലോകത്തെ ഏറ്റവും ശക്തനായ ഭരണാധികാരി എന്ന് വിശേഷിപ്പിക്കപ്പെടുന്ന അമേരിക്കൻ പ്രസിഡന്റ് പറഞ്ഞാലുടൻ വിനീത വിധേയനായി പൊളിച്ചെഴുതാനുള്ളതാണോ ഫിഫയുടെ നിയമാവലി? ലോകത്തെ ഏറ്റവും സമ്പന്നമായ കായിക സംഘടനയാണ് ഫിഫ. ക്രിക്കറ്റിൽ BCCI ഇന്ത്യ എന്ന രാജ്യത്തെ മാത്രം കളിയെ നിയന്ത്രിക്കുന്ന ബോർഡാണെങ്കിൽ ഫിഫ എന്നത് ലോകമെമ്പാടുമുള്ള ഫുട്ബോളിനെ നിയന്ത്രിക്കുന്ന കരുത്തുറ്റ സംഘടനയാണ്. ലോക ഫുട്ബോളിൽ എന്ത് നടക്കണമെന്ന് തീരുമാനിക്കുന്ന ആ സംഘടനയുടെ തലവനാണ് ഫിഫ പ്രസിഡന്റ്. 2025 കണക്കനുസരിച്ച് ഫിഫയുടെ ആകെ ആസ്തി 9.4 ബില്യൺ അമേരിക്കൻ ഡോളറാണ്, ഏകദേശം 78,000 കോടി രൂപ. BCCIയുടെ ആസ്തി 2.25 ബില്യൺ ഡോളർ മാത്രമാണ് എന്ന് ഓർക്കുക. 2026 ഫിഫ ലോകകപ്പിനോടനുബന്ധിച്ച് ഫിഫ ലക്ഷ്യമിട്ട ആകെ വരുമാനം 13.1 ബില്യൺ ഡോളറാണ്, ഏകദേശം 1 ലക്ഷം കോടിയിലേറെ രൂപ. ലോകത്ത് 211 രാജ്യങ്ങളിൽ ഔദ്യോഗികമായി ഫുട്ബോൾ കളിക്കുന്നുണ്ട്. അതായത് ഫിഫയുടെ അംഗരാജ്യങ്ങളാണ് അത്രയും എണ്ണം. ഐക്യരാഷ്ട്രസഭയിൽ പോലും 193 രാജ്യങ്ങളെ ഉള്ളൂ എന്ന് ഓർക്കണം. അങ്ങനെ ലോകത്തെ തന്നെ ഒരു കായിക ഇനത്തിലൂടെ നിയന്ത്രിക്കാൻ ശേഷിയുള്ള ഐക്യരാഷ്ട്രസഭ സെക്രട്ടറി ജനറലിനേക്കാൾ രാജ്യങ്ങളിൽ നിയന്ത്രണമുള്ള ഫിഫയുടെ തലവനെയാണ് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് വിളിച്ച് റഫറിയുടെ തീരുമാനം മാറ്റാൻ ആവശ്യപ്പെട്ടത്. കായിക രംഗത്ത് രാഷ്ട്രീയ ഇടപെടലുകൾ പാടില്ലെന്ന കർശനമായ ചട്ടം കൺമുന്നിൽ പിച്ചി ചീന്തപ്പെട്ട കാഴ്ച. ചുവപ്പ് കാർഡിനെ കുറിച്ച് തനിക്കറിയില്ലായിരുന്നു. അതിന്റെ പ്രത്യാഘാതം മനസ്സിലായപ്പോഴാണ് ഇടപെടാൻ തീരുമാനിച്ചത്. നടന്നിട്ടില്ലാത്തൊരു മത്സരത്തിൽ നിന്ന് നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു താരത്തെ വിലക്കാൻ കഴിയുകയെന്ന $1 മില്യൺ ചോദ്യമാണ് ട്രംപ് ഉന്നയിക്കുന്നത്. ലോകകപ്പ് നടക്കുന്നത് അമേരിക്കയിലാണോ എന്നതാണോ ട്രംപിന്റെ അഹങ്കാരത്തിനും ഫിഫ പ്രസിഡന്റിന്റെ കീഴടങ്ങലിനും കാരണമെന്നറിയില്ല. ഔചിത്യരഹിതമായ തീരുമാനങ്ങളാൽ രാജ്യത്തെയും ലോകത്തെയും തന്നെയും പ്രതിസന്ധിയിലാക്കുന്ന ആഗോള മണ്ടൻ തീരുമാനങ്ങൾ എടുക്കുന്ന അമേരിക്കൻ പ്രസിഡന്റ് ഒരു തോന്നലുണ്ടായാൽ ഒരുപക്ഷേ ലോകകപ്പിന്റെ നടത്തിപ്പ് തന്നെ നിശ്ചലമായി പോകാൻ സാധ്യതയുണ്ട്. ഇനി അതാകുമോ ട്രംപിന് വഴങ്ങാൻ ഫിഫയെ പ്രേരിപ്പിച്ചിട്ടുണ്ടാവുക? റഫറിയുടെ തീരുമാനം അന്തിമമെന്ന അതിപുരാതന സങ്കല്പം ഇങ്ങനെ തകർക്കപ്പെടാൻ ഉള്ളതായിരുന്നു. ഞാൻ ആകെ ആവശ്യപ്പെട്ടത് ഒരു പുനഃപരിശോധന മാത്രമാണ്. തീരുമാനം നിങ്ങളുടേതാണ്. നിങ്ങൾ എന്തു ചെയ്യണമെന്ന് ഞാൻ പറയില്ല. ഞങ്ങളുടെ മികച്ച താരങ്ങളെല്ലാം കളിക്കണമെന്നതാണ് ഞങ്ങളുടെ ആഗ്രഹം. ഇങ്ങനെയായിരുന്നു ട്രംപിന്റെ പ്രതികരണം. ഫിഫയുടെ ജുഡീഷ്യൽ സമിതികൾ അച്ചടക്ക ചട്ടങ്ങൾ പാലിച്ച് സ്വതന്ത്രമായാണ് പ്രവർത്തിക്കുന്നതെന്നും കേസുകളിൽ തീരുമാനമെടുക്കുന്നത് വസ്തുതകളുടെ അടിസ്ഥാനത്തിലാണ് എന്നുമായിരുന്നു ഫിഫ തലവന്റെ വിശദീകരണം. ലോകകപ്പ് സംബന്ധിച്ച് അമേരിക്കൻ പ്രസിഡന്റുമായി സംസാരിച്ചിട്ടുണ്ടെങ്കിലും ജുഡീഷ്യൽ നടപടികൾ സ്വതന്ത്രമാണെന്ന് താൻ വ്യക്തമാക്കിയതായും അച്ചടക്ക സമിതിയുടെ തീരുമാനങ്ങൾ ചിലപ്പോൾ തനിക്ക് അത്ഭുതകരമായി തോന്നാറുണ്ടെന്നുമാണ് ഇൻഫാന്റിനോയുടെ പ്രതികരണം. ഫിഫയുടെ ഡിസിപ്ലിനറി കോഡിലെ 27-ാം ആർട്ടിക്കിൾ പ്രകാരമാണ് ബലോഗനെതിരായ അച്ചടക്ക നടപടിയിലെ മറുചാട്ടം ഫിഫ ചാടിയത്. അച്ചടക്ക നടപടി പൂർണ്ണമായോ ഭാഗികമായോ റദ്ദാക്കുന്ന കാര്യത്തിൽ ഫിഫയ്ക്ക് തീരുമാനമെടുക്കാമെന്നാണ് ചട്ടം. ട്രംപ് ഒരു കാര്യം ആവശ്യപ്പെട്ടാൽ ഫിഫയ്ക്ക് മറുത്തൊന്ന് ചെയ്യാനില്ല എന്നതാണ് പക്ഷേ സമീപകാല ചരിത്രം. ഫിഫയുടെ സമാധാന പുരസ്കാരം കഴിഞ്ഞ വർഷം നേടിയത് മറ്റാരുമല്ല, അത് ഡൊണാൾഡ് ട്രംപാണ്. ഫിഫ തലവൻ ഇൻഫാന്റിനോയുടെ ക്ഷണം സ്വീകരിച്ച് ന്യൂജേഴ്സിയിൽ നടന്ന ഫിഫ ലോകകപ്പ് ഫൈനൽ കാണാനും ട്രംപ് എത്തിയിരുന്നു. രാഷ്ട്രീയ ഇടപെടലുകളുമായി ബന്ധപ്പെട്ട് ഫിഫയുടേത് കൃത്യമായ നിലപാടാണ്. ഫിഫ അംഗരാജ്യങ്ങളിലെ ഫുട്ബോൾ അസോസിയേഷനുകളുടെ ഭരണത്തിൽ രാഷ്ട്രീയമോ ഭരണപരമോ മറ്റ് മൂന്നാം കക്ഷികളുടേതോ ആയ ഇടപെടലുകൾ ഫിഫ കർശനമായി നിരോധിച്ചിട്ടുണ്ട്. ഫിഫ ചട്ടങ്ങളിലെ ആർട്ടിക്കിൾ 2, ആർട്ടിക്കിൾ 17 എന്നിവയിൽ വ്യക്തമാക്കുന്ന ഈ നിയമം ദേശീയ ഫെഡറേഷനുകൾ അവരുടെ കാര്യങ്ങൾ സ്വതന്ത്രമായി കൈകാര്യം ചെയ്യണമെന്നാണ് വ്യക്തമാക്കുന്നത്. പക്ഷേ ഈ നയം നടപ്പിലാക്കുന്നതിൽ ഫിഫ കാണിക്കുന്ന നിലപാടുകൾ പലപ്പോഴും കടുത്ത പരിശോധനകൾക്കും ഇരട്ടത്താപ്പ് ആരോപണങ്ങൾക്കും വഴിവെക്കാറുമുണ്ട്. കോടതികളോ സർക്കാരുകളോ ഫുട്ബോൾ അസോസിയേഷനുകൾ നിയന്ത്രണം ഏറ്റെടുക്കാൻ ശ്രമിക്കുമ്പോൾ ഫിഫ സാധാരണയായി ആ ദേശീയ ഫെഡറേഷനുകളെ സസ്പെൻഡ് ചെയ്യാറുണ്ട്. ഇന്ത്യൻ ഫുട്ബോൾ ഫെഡറേഷനെതിരെ എടുത്ത നടപടി തന്നെയാണ് ഉദാഹരണം. എന്നാൽ രാഷ്ട്രീയമായ ചില ഇളവുകൾ നൽകുന്ന കാര്യത്തിൽ ഫിഫ തന്നെ വലിയ രീതിയിൽ വിമർശിക്കപ്പെട്ടിട്ടുമുണ്ട്. അതിലേറ്റവും ഒടുവിലത്തേതാണ് ഫ്ലോറിൻ ബലോഗനുമായി ബന്ധപ്പെട്ട ചുവപ്പ് കാർഡ് വിവാദം. അമേരിക്കൻ താരത്തിന് ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിക്കാനുള്ള ഫിഫ തീരുമാനം യൂറോപ്യൻ ഫുട്ബോൾ അസോസിയേഷൻ അഥവാ UEFAയുടേതടക്കം കടുത്ത വിമർശനത്തിനിടയാക്കി. ട്രംപിന്റെ ഇടപെടൽ ഫുട്ബോളിന്റെ എന്നല്ല കായിക രംഗത്തിന്റെ ആകെ സമഗ്രതയ്ക്കും വിശ്വാസ്യതയ്ക്കും ഭീഷണിയാണെന്നാണ് അവർ പറയുന്നത്. യുക്രൈൻ അധിനിവേശത്തെ തുടർന്ന് റഷ്യയെ അന്താരാഷ്ട്ര ഫുട്ബോളിൽ നിന്ന് സസ്പെൻഡ് ചെയ്യാൻ ഫിഫ കാണിച്ച വേഗത വിമർശകർ ചൂണ്ടിക്കാണിക്കുന്നു. എന്നാൽ മറ്റു ചില രാജ്യങ്ങൾക്കെതിരെ നടപടിയെടുക്കാൻ ആവശ്യമുയരുമ്പോൾ ഭൗമരാഷ്ട്രീയ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ തങ്ങൾക്ക് കഴിയില്ലെന്നാണ് ഫിഫ സ്ഥിരമായി വ്യക്തമാക്കാറുള്ളത്. ബൊലോഗന്റെ സസ്പെൻഷൻ നടപടി നീട്ടിവെച്ചത് അമേരിക്കൻ ഫുട്ബോൾ സമിതി സ്വാഗതം ചെയ്തു. അതേസമയം നടപടിയെടുത്ത റഫറി റാഫേൽ ക്ലോസിനെ പിന്തുണച്ച് കോൺമേബോൾ റഫറി കമ്മിറ്റിയും രംഗത്തെത്തി. ഇനി കളിയിലേക്ക് തന്നെ വരാം.
ബോസ്നിയക്കെതിരായ റൗണ്ട് ഓഫ് 32 മത്സരത്തിലാണ് ബലോഗൻ ചുവപ്പ് കാർഡ് കണ്ടത്. എതിർത്താരം താരിഖ് മുഹാറാമോവിച്ചിനെതിരായ ഫൗളിന് വാർ പരിശോധനയ്ക്ക് ശേഷമാണ് റഫറി അദ്ദേഹത്തിനെതിരെ ശിക്ഷ വിധിച്ചത്. മത്സരത്തിൽ ബലോഗൻ ഗോളടിച്ചിരുന്നു. അതിനുശേഷമാണ് ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായത്. അത്തരത്തിൽ കളിയിൽ നിന്ന് പുറത്താക്കപ്പെടുന്ന 4ാമത്തെ മാത്രം താരമാണ് ബലോഗൻ. രാജ്യത്തിനായി 3 ഗോളുകളാണ് അരങ്ങേറ്റ ലോകകപ്പിൽ തന്നെ ആ താരം നേടിയത്. അമേരിക്കയുടെ കുതിപ്പിൽ നിർണായക സംഭാവന നൽകിയ താരമാണ് ബലോഗൻ. ഇതും ട്രംപിന്റെ ഇടപെടലിന് കാരണമാണ്. 3 തവണ ട്രംപ് ഫിഫ പ്രസിഡന്റിനെ വിളിച്ചതായാണ് റിപ്പോർട്ട്. ജിയോവാനിയെ വിളിച്ച കാര്യം ട്രംപ് സ്ഥിരീകരിക്കുകയും ചെയ്തു. ഫിഫയുടെ തീരുമാനം അമ്പരപ്പിച്ചെന്നാണ് ബെൽജിയം ഫുട്ബോൾ അസോസിയേഷന്റെ പ്രതികരണം. അവർ അപ്പീൽ നൽകുമെന്നും അറിയിച്ചിരുന്നു. പക്ഷേ ട്രംപിന്റെ ഇടപെടൽ കൊണ്ടൊന്നും ടീം രക്ഷപ്പെട്ടില്ല. ട്രംപിന്റെ കൈക്കരത്തിന് കളത്തിൽ കാൽക്കരത്തിലൂടെ ബെൽജിയം മറുപടി നൽകി. പ്രീ ക്വാർട്ടറിൽ 1-4 ഗോളുകളാണ് അമേരിക്കയുടെ വലയിൽ ബെൽജിയം അടിച്ചു കയറ്റിയത്. ബലോഗൻ കളിക്കാനിറങ്ങിയിട്ടും അദ്ദേഹത്തിനൊന്നും ചെയ്യാനുമായില്ല. 2014 ലോകകപ്പിലും അമേരിക്ക നോക്കൌട്ടിൽ ബെൽജിയത്തോട് തോറ്റിരുന്നു. ആധുനിക ഫുട്ബോളിൽ ഇതുവരെ അവർക്ക് ലോകകപ്പിൻ്റെ ക്വാർട്ടർ ഫൈനൽ കടക്കാനായിട്ടില്ല. കന്നി ലോകകപ്പിലെ 3ാം സ്ഥാനമാണ് ഏറ്റവും മികച്ച നേട്ടം. അമേരിക്കയിൽ നടക്കുന്ന ലോകകപ്പിൽ അമേരിക്ക തോറ്റ് പുറത്തായതിന് പിന്നാലെ ഫുട്ബോൾ പ്രേമികൾ കടുത്ത ആശങ്കയിലുമാണിപ്പോൾ. അതിനു കാരണം മറ്റൊന്നുമല്ല, അമേരിക്കൻ ടീമില്ലാത്ത ലോകകപ്പ് ഇനി അമേരിക്കയിൽ നടത്തേണ്ടെന്നോ മറ്റോ ട്രംപ് പറഞ്ഞു കളയുമോ എന്ന ആശങ്കയാണത്. അതിനുള്ള സാധ്യത തള്ളിക്കളയാനാകില്ലെന്നാണ് ട്രോളന്മാരുടെ വാദം.